ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് രാജ്യം വിട്ട് സുരക്ഷിതരാകണമെന്ന് നിർദ്ദേശം. ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് നിർദ്ദേശം നൽകിയത്. വാണിജ്യ വിമാനങ്ങളിലടക്കം യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഇതിനിടെ സമാധാന ചർച്ചകൾക്കിടെ കൊല്ലപ്പെടുമോ എന്ന ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പങ്കുവച്ചു. ഇതിനിടെ രാവിലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം അമേരിക്ക ആക്രമിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇറാന്റെ വിവിധ മേഖലകളിൽ വലിയ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യൻ വംശജർക്ക് ഇറാനിലുള്ള ഇന്ത്യക്കാർക്കുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, സ്ഥിതിഗതികൾ ആശങ്കാജനകമാണ് എന്ന വിലയിരുത്തലിലാണ് ഇന്ത്യൻ എംബസി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് പുതിയ നീക്കങ്ങൾ, നടപടികൾ? വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന ആശങ്ക തന്നെയാണ് ആകെ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് ഇറാൻ വിടണം എന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത്. അത് യാത്രാ വിമാനങ്ങളല്ല, ചരക്ക് വിമാനങ്ങൾ ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിൽ ഏത് മാർഗവും, കരമാർഗമാണെങ്കിൽ അങ്ങനെ ഏത് മാർഗമാണെങ്കിലും സുരക്ഷിതമായ രീതിയിൽ ഇറാൻ വിടണം എന്ന നിർദ്ദേശം നൽകുമ്പോൾ തീർച്ചയായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകാം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയ്ക്ക് ഈ നിർദ്ദേശം വന്നതെന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഏതാണ്ട് 9,000-നും 10,000-നും ഇടയ്ക്ക് ഇന്ത്യക്കാർ ഇറാനിൽ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി പോയ കുട്ടികളുണ്ട്, അവിടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ബിസിനസ് ആവശ്യവുമായി പോയ ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ സ്ഥിരതാമസം ആക്കിയ ആളുകൾ, അവിടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ദീർഘകാലമായി അവിടെ കഴിയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഈ രേഖകളുള്ള ആളുകൾ, എംബസിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് ഏതെങ്കിലും മാർഗത്തിൽ സുരക്ഷിതമായി ഇറാൻ വിടണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. കാരണം നേരത്തെ തെക്കൻ മേഖലകളിൽ ഉണ്ടായിരുന്ന, തീരമേഖലകളിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിനപ്പുറത്തേക്ക് US-ൻ്റെ ആക്രമണം ഇറാൻ്റെ വിവിധ മേഖലകളിലേക്ക് പോവുകയാണ്. അവിടെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം തകർത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് രൂക്ഷമാകാം എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് പുലർച്ചെ പോലും വലിയ തോതിൽ മിസൈൽ ആക്രമണം ഇറാനിലേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അവിടെ ജനവാസ മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. കുവൈറ്റ് വിമാനത്താവളം അടച്ച നടപടി നേരത്തെ ഉണ്ടായി. കുവൈറ്റിലേക്ക് തുടർച്ചയായി ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക്, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പലപ്പോഴും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ പ്രതിരോധിക്കുന്നു എന്ന ഒരു കാര്യമാണ് അവിടുത്തെ സർക്കാരുകൾ നൽകുന്നത്. US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം ആ നിലയ്ക്കാണ് വരുന്നത്. സ്ഥിതിഗതികൾ അങ്ങനെ വഷളാകുമ്പോൾ ചർച്ചയ്ക്കുള്ള സാധ്യത, അത് നേരത്തെ പൂർണ്ണമായും ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ചർച്ചകൾ വേണം എന്നൊരു നിലയിലേക്ക് അമേരിക്കയും ഇറാനും വരുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത എങ്ങനെയെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ ഒരു വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തങ്ങളുടെ ജീവൻ നഷ്ടമാകില്ല എന്നതിന് എന്തുറപ്പാണ് എന്ന കാര്യമാണ്. അങ്ങനെ പറയുന്നതിനും അടിസ്ഥാനമുണ്ട്. ഒന്ന്, ഇസ്ലാമാബാദ് ചർച്ച, ആദ്യത്തെ സമാധാന ചർച്ച നടന്നത് ഇസ്ലാമാബാദിലാണ്. അവിടെ വെച്ച് ഇറാൻ്റെ നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നു. മാത്രമല്ല സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഈ 60 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സമാധാന കരാർ ഒപ്പുവെച്ചത്. ആ ഘട്ടത്തിലും ഈ മന്ദിരത്തിലേക്ക്, ചർച്ച നടന്ന കേന്ദ്രത്തിലേക്ക് കയറി ഇറാൻ്റെ പ്രതിനിധികളെ വകവരുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്ന വിവരം പുറത്തു വരുന്നു. അവിടെ അമേരിക്കയുടെ താല്പര്യം പോലും ഹനിച്ചുകൊണ്ട് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാൻ്റെ നേതാക്കളെ വകവരുത്താനുള്ള നീക്കം നടത്തുന്നു എന്ന ആരോപണമാണ് അരഗ്ചിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കുടുംബാംഗങ്ങളോട് സംസാരിച്ച് തീരുമ്പോൾ തങ്ങളുടെ അവസാനത്തെ ഫോൺ വിളിയാകും അത്, കുടുംബാംഗങ്ങളുമായുള്ള ഒരു സംഭാഷണമാകും എന്നതിൽ ഒരു ഉറപ്പും നൽകാൻ ആർക്കും കഴിയുന്നില്ല. കാരണം തങ്ങൾ കൊല്ലപ്പെട്ടേക്കും എന്ന ഒരു ആശങ്കയാണ് പ്രധാനമായും അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എന്നതുകൂടി ഇവിടെ കാണണം. എങ്കിലും ചർച്ചകൾ നടക്കും എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. രഞ്ജിത്ത്. ശരി വിനോദ്.